വെൽക്കം ടു മൈ വെരി ചിൽഡ് ആൻഡ് റിലാക്സ്ഡ് വീക്കെൻഡ് വ്ളോഗ്. സോ വീക്കെൻഡ്സിൽ നമ്മൾ എങ്ങനെ ട്രൈ ചെയ്താലും നല്ലോണം ലേറ്റ് ആവും എണീക്കാൻ. അപ്പോൾ ഇപ്രാവശ്യം നല്ലോണം ലേറ്റായി. അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് നേരെ ലഞ്ച് കഴിക്കാൻ പോയി. നമ്മൾ പോയത് മെഹഫിൽ ബിരിയാണിയിലേക്കാണ്, വിച്ച് ഇസ് ഇൻ കരാമ. അങ്ങനെ ബീച്ചിൽ നിന്ന് സ്നാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലുണ്ടായിരുന്ന കുറച്ച് സ്ട്രോബെറി എല്ലാം വാഷ് ചെയ്തെടുത്തു. എന്നിട്ട് നേരെ നമ്മൾ ബീച്ചിൽ പോയി. അപ്പോൾ യൂഷ്വലി നമ്മൾ വൈകുന്നേരം ആകുമ്പോഴാണ് ബീച്ചിലേക്ക് ഇറങ്ങാറ്, ബിക്കോസ് സൺസെറ്റിന് ടൈമിൽ എത്തിയാൽ മതിയല്ലോ എന്ന് ആലോചിച്ചിട്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കുറച്ച് നേരത്തെ തന്നെ പോവാന്ന് വിചാരിച്ചു, കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ നേരെ കൈറ്റ്സ് ബീച്ചിലേക്ക് പോയി. വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ ബീച്ചിലേക്ക് വന്നതാണ്. എന്നിട്ട് ഇപ്പൊ എന്തിനാ കാറിലിരിക്കണെന്ന് ചോദിച്ചാല് വെയിലൊന്ന് കുറയാൻ വേണ്ടിട്ട് കാറിൽ കുറച്ച് നേരം ഇരിക്കാന്ന് വിചാരിച്ചു. നമ്മള് അത്യാവശ്യം എന്താ പറയാ, വെയില് കുറച്ചൊക്കെ കൊള്ളാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത്. പക്ഷെ ഇപ്പൊ ഭയങ്കര വെയിലാണ്. എത്രയും വെയിൽ വേണ്ടെന്ന് വിചാരിച്ചു. പറയുന്നത് കേൾക്കുന്നുണ്ടോന്നൊന്നും അറിയില്ല, ബിക്കോസ് ഓഫ് സാഹി മുഹമ്മദ്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഇറങ്ങിയിട്ട് ഫില്ലിയിൽ പോയിട്ട് ഒരു കോഫിയും പിന്നെ ഒരു ഐസ് ടീയും വാങ്ങിച്ചു. ഋഷാക്ക ഇജാസയിൽ പോയിട്ട് ജ്യൂസും വാങ്ങിച്ചു. മാഫി മുഷ്കിൽ എന്നാട്ടോ ആ ജ്യൂസിൻ്റെ പേര്. എന്തായിരുന്നു ഋഷാക്ക? മാംഗോവും പാഷൻ ഫ്രൂട്ടും മിക്സാണ്. നല്ല അടിപൊളി ജ്യൂസാണ്. നോക്കട്ടെ ഋഷാക്ക ജ്യൂസ്. അലിജാസയിലെ മാഫി മുഷ്കിൽ. ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ കാറിൽ വെയിറ്റ് ചെയ്യാണ്. ഭയങ്കര വെയിലായതുകൊണ്ട് കുറച്ച് വെയിൽ കുറഞ്ഞോട്ടെ വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ വീക്കെൻഡ് തന്നെ നമ്മൾ വിചാരിച്ചതാണ് ഈ വീക്കെൻഡ് ബീച്ചിൽ കുളിക്കാൻ വരണം എന്ന്. കാരണം നല്ലൊരു ക്ലൈമറ്റായി. ഇപ്പം ഒരു കുറച്ച് ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ വെള്ളത്തിലൊക്കെ കളിക്കാൻ നല്ല രസമായിരിക്കും. പിന്നെ ജുമേറ ബീച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ജുമേറ ബീച്ച് അല്ല, അത് കൈറ്റ്സ് ബീച്ച്. ജുമേറ ബീച്ചിൻ്റെ ഒരു പോർഷനാണ്. ഇവിടെ നല്ല രസമാണ്. സോ ഇത് ഞാൻ ട്രെൻഡിയോളിൽ വാങ്ങിച്ച മറ്റേ സ്വിമ്മിങ് ഡ്രസ്സാണ് കേട്ടോ. അതാണ് ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ അബായ ഇട്ടിട്ടാണ് വന്നത്. പക്ഷേ ഐ ജസ്റ്റ് ടുക്ക് ഓഫ് മൈ അബായ. അപ്പം ഇപ്പം തന്നെ ടോയ്ലറ്റിൽ പോയിട്ട് ക്യൂ നിൽക്കണ്ടല്ലോ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഐ തോട്ട് ഇങ്ങനെ വരാമെന്ന്. ഇനി പോകുമ്പോൾ ചേഞ്ച് ചെയ്യണം, അവിടെ നല്ല റഷും ആയിരിക്കും. സോ യാ, സോ ടുഡേ ദാറ്റ്സ് എ പ്ലാൻ. ജസ്റ്റ് ബീച്ച് വൈബ്, ബീച്ച് കുളി, ദാറ്റ്സ് ഇറ്റ്. So from Philly I bought this iced Spanish latte and this lemon iced tea. ഭയങ്കര റിഫ്രഷിങ് ഡ്രിങ്ക് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഐ ഓൾസോ ടുക്ക് ദിസ്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിന്ന് ഇന്നലെ ഞാൻ നൂണിൽ ഓർഡർ ചെയ്ത കേട്ടോ. ദിസ് സ്ട്രോബെറി പ്യുവർ ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു എന്താ പറയുക, ഓർഗാനിക് സംഭവമാണ്. സോ ദിസ് ഇസ് ദ സ്ട്രോബെറി. ലുക്ക് അറ്റ് ദിസ്, സോ ക്യൂട്ട് റൈറ്റ്. ചെറിയ സ്ട്രോബെറീസ് ആണ് ആൻഡ് ഇറ്റ് ഇസ് സോ യമി. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വീട്ടിൽ നിന്ന് വാഷ് ചെയ്തിട്ട് ബാഗിൽ വെച്ചു, ഇൻ കേസ് വിശന്നാൽ കഴിക്കാമല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ കുറച്ച് സമയം നമ്മൾ കാറിൽ പോസ്റ്റ് ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി. ആൻഡ് നല്ല റഷ് ഉണ്ടായിരുന്നു ബീച്ചിൽ, മെയിൻലി ബിക്കോസ് നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ. നല്ല തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് മാറുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു നല്ലൊരു മൈൽഡ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ്. എനിവേ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ. വിൻ്റർ ആയതുകൊണ്ട് തന്നെ ബീച്ചിലേക്ക് വരുന്നത് നമ്മൾ നല്ലോണം കുറച്ചിരുന്നു, ബിക്കോസ് ഇറ്റ് വാസ് സോ കോൾഡ്. അപ്പോൾ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ബട്ട് നൗ ദ ടെമ്പറേച്ചർ ഇസ് സോ പെർഫെക്റ്റ് ആൻഡ് ദ വാട്ടർ ഇസ് സോ ക്ലീൻ ആൻഡ് ക്ലിയർ ആൻഡ് ബ്ലൂ. ശരിക്കും പറഞ്ഞാൽ എവറിത്തിങ് വാസ് സോ പെർഫെക്റ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. സോ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ള മോഡസ്റ്റ് സ്വിം വെയർ ഞാൻ ട്രെൻഡിയോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഒരു ട്രെൻഡിയോൾ ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ ഈ ഒരു പ്രോഡക്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം ഇതിൻ്റെ മെറ്റീരിയൽ വലിയ ഇഷ്ടമായിട്ടില്ലായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം യൂസ് ചെയ്തപ്പം ഐ ആക്ച്വലി റിയലി ലവ് ഇറ്റ്. കാരണം ഇതിൽ വെള്ളം നിൽക്കേ ഇല്ല. സോ ഒരു 5 to 10 minutes നിങ്ങൾ വെള്ളത്തിൽ നിന്ന് കയറി നിന്നാൽ തന്നെ അതിലുള്ള എല്ലാ വെള്ളവും ഇങ്ങനെ ഒലിച്ചു പോവും, നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. സോ ആദ്യം എനിക്ക് ഇതിൻ്റെ മെറ്റീരിയൽ ഇഷ്ടമായിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഒരു യൂസ് അറിഞ്ഞപ്പം ഐ ആക്ച്വലി റിയലി ലവ് ഇറ്റ് നൗ.
എനിക്ക് ബീച്ചിൽ പോകുന്നത് ഇത്ര ഇഷ്ടമാവാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാരണം എൻ്റെ മോൻ അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യും. ബിക്കോസ് ഐ എം എ ഹൗസ് വൈഫ്. അപ്പോൾ ഞാനും എൻ്റെ മോനുമാണ് വീട്ടിലുണ്ടാവുക വെൻ മൈ ഹസ്ബൻഡ് ഗോസ് ടു വർക്ക്. സോ ഹീസ് അറ്റ് ആൻ ഏജ് വെയർ ഹി ഡിമാൻഡ് സോ മച്ച് അറ്റൻഷൻ. അപ്പോൾ ഫുൾ ടൈം നമ്മൾ കോൺസ്റ്റന്റ്ലി അറ്റൻഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. ബട്ട് വെൻ വി ആർ അറ്റ് ദി ബീച്ച് ഹീസ് ഇൻ ഹിസ് ഓൺ വേൾഡ് ആൻഡ് ഐ എം ഇൻ മൈ ഓൺ വേൾഡ്. അതുകൊണ്ട് തന്നെ എൻ്റെതായ കുറേ കാര്യങ്ങൾ ആലോചിച്ചിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സ്പേസ് ആണ് ബീച്ച് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് ഡെഫിനറ്റ്ലി ദ ഓപ്പൺനെസ്. ആ ഒരു കാറ്റും വെളിച്ചും ആ ഒരു വേവ്സിന്റെ സൗണ്ടും ഒക്കെ ഭയങ്കര റിലാക്സിംഗ് ആണ്. ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ് ഫോർ യുവർ മെന്റൽ ഹെൽത്ത്. ആൻഡ് ദ തേർഡ് തിങ് ഇസ് ദി ടൈം ദറ്റ് യു ഗെറ്റ് വിത്ത് യുവർ ഫാമിലി ടു ബോണ്ട്. നമുക്ക് 3 പേർക്കും ഒരേപോലെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വി ലവ് ബീയിങ് അറ്റ് ദി ബീച്ച് ആസ് എ ഫാമിലി. നമ്മൾ അന്ന് നൈറ്റ് അബുദാബിയിലേക്ക് പോയി. വെറുതെ പോയതാണ്, ജസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്ത് വരാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ വി സ്റ്റേഡ് ദേർ ആൻഡ് ദെൻ ദ നെക്സ്റ്റ് ഡേ ഈവനിങ് നമ്മൾ ഈ ഒരു പാർക്കിൽ പോയി. നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് ആൻഡ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. നല്ല ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഹ്യൂജ് ഏരിയയിലുള്ള ഒരു പാർക്കായിരുന്നു. മസ്ദാർ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അബുദാബിയിൽ, അവിടെ ഉള്ളൊരു പാർക്കാണ്. പിന്നെ ഇവിടെ കുട്ടികളുടെ ഏരിയ ഫുൾ ഒരു ഇന്ററാക്റ്റീവ് പ്ലേ ഏരിയ പോലെയാണ്. അപ്പോൾ അവിടെ കുറെ എക്യുപ്മെന്റ്സും അതേപോലെ കുറെ ലൈറ്റ്സും ഇൻസ്ട്രക്ഷൻസും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് കുട്ടികൾക്ക് കളിക്കാൻ ഒക്കെ പറ്റും. ആൻഡ് ഇറ്റ് ഇസ് സോ ഡിഫറെന്റ് ആൻഡ് ഇറ്റ് വാസ് സോ നൈസ് ആസ് വെൽ. നമുക്ക് വലിയവർക്കും കുറച്ചൊരു എന്റർടൈനിങ് ആയിരുന്നു. പൊട്ടൂല, അതിന്റെ ഇടയിൽ കൂടെ വീഴാണെങ്കിലേ ഉള്ളൂ. പിന്നെ ഈ പാർക്കിൽ കുറേ കഫേസും റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. അപ്പം അത്ര അഫോർഡബിൾ ആയിട്ടുള്ള കഫേസും റെസ്റ്റോറൻറ്റ്സും അല്ല. ആസ് യു നോ കഫേസ് ആർ വെരി എക്സ്പെൻസീവ്. പക്ഷേ അത് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുന്ന കുറച്ച് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതിനുശേഷം ഇറ്റ് വാസ് ടൈം ഫോർ us to go back to Dubai because the weekend was over so fast. പക്ഷേ ഇറ്റ് വാസ് എ വെരി ചിൽഡ് ആൻഡ് റിലാക്സ്ഡ് വീക്കെൻഡ്. അപ്പോൾ നമ്മൾ അങ്ങനെ ജേർണി തുടങ്ങുന്നതിന് മുന്നേ അഡ്നോക്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു, ജസ്റ്റ് ബൈ സം സ്നാക്സ് ആൻഡ് കോഫി. അപ്പോൾ ഈ അഡ്നോക്കിൽ നിന്ന് കിട്ടുന്ന ഈ ചെറിയൊരു പിസ്താഷിയോ ചോക്ലേറ്റിന്റെ ആ ഒരു ചെറിയൊരു ബ്ലോക്ക് ഉണ്ടല്ലോ, അതിന് 4 dirhams ആയിരുന്നു ഇൻ ദ ബിഗിനിങ്. പക്ഷെ നൗ ഇറ്റ്സ് 575 or 595. എനിവേ ഇറ്റ്സ് ഓൾമോസ്റ്റ് 6 dirhams which I feel like is so overpriced. അത്രയ്ക്കും ചെറിയൊരു ചോക്ലേറ്റ് ആണ്, പക്ഷെ ഇറ്റ് ഇസ് സോ ഗുഡ്. അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ഞാനിങ്ങനെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ദിസ് ഇസ് ആൻ എൻഡ് ടു അവർ വീക്കെൻഡ് അല്ലേ. വീട്ടിൽ പോകുന്നു, റെസ്റ്റ് എടുക്കുന്നു. സോ നമ്മൾ അഡ്നോക്കിൽ നിന്ന് കോഫി വാങ്ങിച്ചു ആസ് യൂഷ്വൽ. latte for him, hazelnut latte for me, and this pizza for us. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ പിസ്സ വാങ്ങിച്ചു നോക്കുന്നത്. ബട്ട് അഡ്നോക്ക് പിസ്സ അല്ല, അഡ്നോക്ക് തന്നെ അവരുടെ പിസ്സ തന്നെ, അഡ്നോക്ക് പിസ്സ. See you next week. Bye bye. See you next week.